മുമ്പോട്ട് മുമ്പോട്ട്. ടി വി കണ്ട് രസിച്ചിരിക്കാണ് കളി. എന്തൊക്കെ പരിപാടികളും. പൊന്നപ്പാ പൊന്നപ്പാ, ഇവനെവിടെ പോയി? ഇങ്ങാടാണല്ലോ വന്നത്. ഹായ്. കൊള്ളാലോ വീഡിയോ. ഹായ്. അഭിനയം കൊടുക്കാൻ വന്നതാ? ഷക്കീൽ എന്നാ പേര്? നല്ല പേര്. ഞാൻ ഇതിനു മുമ്പ് കേട്ടില്ല. മൈ നെയിം ഇസ് സുന്ദരൻ. അയ്യോ, അണ്ടർവെയർ മാത്രം എടുത്തോണ്ടിരിക്കാണ്. പാവം പാവട ആരും കൊണ്ടുപോയി. ആരാണ്? അവന്റെ അഡ്രസ് പറയൂ. അവന് പ്രതികാരം മസലണ്ടപ്പോ വിചാരിച്ചു അഭ്യാസമായിരിക്കും. നീ എന്താ ഇവിടെ? ആഹാ, നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും ഒരു നേരില് പോലെ പിന്തുടരും. ദാറ്റ് ഈസ് സുന്ദരൻ. കവളത്തെന്ത് പറ്റി? ഈ കുട്ടി എന്നൊന്ന് പരിചയപ്പെട്ടതാ. വാ വാ പോവാം, ഇല്ല ഞങ്ങൾ നിന്നെ പരിചയപ്പെടും. വരില്ല വരില്ല വരില്ല. എന്നാ നീ അവിടെ തന്നെ ഇരുന്നോ. ഇനി ഞാനിവിടെ ഇരുന്നിട്ട് എന്തിനാണ്? പോയില്ലേ സീനറി. വരാം വരാം. അല്ല, എന്താണ് രണ്ടുപേരും വൈകിപ്പോയത്? രാവിലെ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു മൂസാക്ക. അതെങ്ങനെ ഉണ്ടായെന്നാ? ഇക്കൊല്ലം പടച്ചോ ഇടുക്കിയിലോട്ട് പോലും വെള്ളം വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി വെള്ളവും കറണ്ടും ഒന്നും ഉണ്ടാവില്ല മക്കളെ. അതിരിക്കട്ടെ, മീരക്കുട്ടിയുടെ കമ്പ്യൂട്ടർ പഠിത്തമൊക്കെ അവിടെ വരെ നന്നായി നടക്കുന്നു മൂസക്ക. ആ, നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണോട്ടാ. നിന്റെ ലോക്കൽ ഗാർഡിയനായിട്ട് ഞമ്മളെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേക ഇൻട്രസ്റ്റാ. സമയം പോയി, ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ മായയുടെ പിയാപ്പിളുടെ കത്തൊക്കെ കിട്ടുന്നില്ലേ? പുള്ളിക്കാരൻ അവിടെ തിരികെ പ്രതി ഉണ്ടാവില്ല. അങ്ങനെ നെഗളിക്കൊന്നും വേണ്ട നബീസ. നിന്റെ കെട്ടിയോനായ പിന്നെ മൂസാക്ക നിന്റെ കെട്ടിയോനായത്. നിന്റെ പടച്ചോനെ, നല്ലത് വരട്ടെ എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിങ്ങടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കാനാണല്ലോ നമ്മുടെ വിധി. ഞാൻ പറഞ്ഞു മൂസാക്കാനെ കൊണ്ട് എന്നെ നിക്കാഹ് കഴിപ്പിക്കാൻ. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ വാപ്പ ചത്തുകളെന്ന് പറഞ്ഞോണ്ടാ നമ്മള് മൂസാക്കാന്റെ രണ്ടാം ഭാര്യ ആയത്. എന്നിട്ടോ എനിക്ക് കുട്ടികളുണ്ടായോ? അതുമില്ല. പോയപ്പോ മുഴുവനും മൂസാക്കാനാ. ഞാൻ മോഹിച്ചിരുന്ന കാതന്നെ നിക്കാഹ് കഴിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോ നാഴിയും ചിരട്ടയും പോലെ 5-6 പിള്ളേരുണ്ടായേനെ. ആ, എല്ലാം നമ്മുടെ തലവിധി. എന്താടി എന്റെ തലവിധിക്ക് ഒരു കുഴപ്പം? മനുഷ്യന് സമാധാനമായിട്ട് നിസ്കരിക്കാൻ കൂടി സമ്മതിക്കില്ലേ? എന്താടി നബീസ നീ പറഞ്ഞേ? എനിക്ക് കുട്ടികളുണ്ടായില്ലേ? ആരാടി പറഞ്ഞേ? അതിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ട് അറിയണോ? എന്റെ ഇത്തരം കാര്യം എടുത്താൽ തന്നെ അറിയില്ലേ? ആ, അതെ, അനക്കും ഫാത്തിമാക്കും കുട്ടികളുണ്ടാവൂല. അതുകൊണ്ടാ എന്റെയൊക്കെ ഫാമിലി തന്നെ കുട്ടികൾ ഉണ്ടാകാത്ത ഫാമിലിയാ. അല്ലാതെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. അത് വഴിയേ മനസ്സിലാവും. എന്റെ പടച്ചോനെ, പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് ഞമ്മക്ക് മനസ്സിലാവണില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഇതീ കൂടുതൽ മനസ്സിലാക്കണ്ട. ആ, രണ്ടുപേരും കൂടി പയ്യാരം പറയലൊക്കെ നിർത്തിപ്പോയി കിടക്കാൻ നോക്ക്. മനുഷ്യർ ഉറക്കം വരുന്നു. ആ നബീസ, ഇന്ന് 16-ാം തീയതി അന്റെ ഡ്യൂട്ടി അല്ലേ? ആ ബാ.